ആദ്യം ഞാൻ ഷാജി കോടങ്കണ്ടത്തിലേക്ക് തന്നെ പോകുന്നു. ഷാജി, താങ്കൾ ഈ ദിവസം അഭിനന്ദനം അർഹിക്കുന്നുണ്ട്. താങ്കളുടെ ഒറ്റയാൾ പോരാട്ടം സുപ്രീം കോടതിയിലേക്കൊക്കെ പോകുന്നുണ്ട്. സർക്കാർ പോലും താങ്കൾക്കൊപ്പം വേണ്ട വിധത്തിലുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് എൻ്റെ ബോധ്യം. ഷാജി കോടങ്കണ്ടത്ത് ശരി, ആ പോരാട്ടങ്ങൾ അങ്ങനെ മുന്നോട്ടേക്ക് പോകുന്നു. ഇന്നലെ സുപ്രീം കോടതി ഇവരെ കണക്കറ്റ് പരിഹസിച്ചതാണ്. സുപ്രീം കോടതിക്ക് മുന്നിൽ ഈ പറയുന്ന എല്ലാവിധ വ്യാജവാദങ്ങളും വീണ്ടും ആവർത്തിക്കാൻ ശ്രമിച്ച് പൊളിഞ്ഞതാണ്. വേണമെങ്കിൽ ഇന്നിപ്പോൾ മഴ മാറുന്ന ദിവസമാണ്, ഇന്നെങ്കിലും ഒരു 5-ന്റെ പൈസ എന്താ 5-ന്റെ പണിയെടുക്കാം, ഈ പറയുന്ന രീതിയിൽ ഏതെങ്കിലുമൊക്കെ പണി ചെയ്യാം. നമ്മൾ ഇങ്ങോട്ട് വരുന്ന വഴി ഒരു പണി ചെയ്യാൻ ആരെയും കണ്ടിട്ടില്ല. അപ്പോൾ ഹൈക്കോടതിയോട് മാത്രമല്ല, ആ കരാർ കമ്പനിക്ക് സുപ്രീം കോടതിയോട് പോലും അങ്ങേയറ്റത്തെ പുച്ഛവും ധാർഷ്ട്യമാണെന്ന് കരുതേണ്ടി വരും. ഷാജി കോടക്കണ്ടത്ത് ആ ധാർഷ്ട്യം വരുന്നത് എങ്ങനെയാണ്, ആ ധൈര്യം കിട്ടുന്നത് എങ്ങനെയാണ്? ഹൗ ഡെയർ എന്നൊക്കെ ചോദിക്കുന്നത് പോലെ. തീർച്ചയായിട്ടും ഇത് ഹൈക്കോടതി ഇപ്പോൾ 2 ആഴ്ചക്കാലം ഹൈക്കോടതി വിധി വന്നിട്ട് 2 ആഴ്ചക്കാലമായി. ഹൈക്കോടതി പറഞ്ഞത് 4 ആഴ്ചയ്ക്കുള്ളിൽ നിങ്ങൾ ഈ പണികൾ ചെയ്യണം. അതുവരെയാണ് ഈ ടോള് 4 ആഴ്ച നിർത്തിവെക്കാൻ പറഞ്ഞത്. പണികൾ ചെയ്യാനുള്ള ഒരു സമയപരിധിയാണ് 4 ആഴ്ച കൊടുത്തത്. ഹൈക്കോടതി ഉത്തരവ് വന്നിട്ട് എത്ര ദിവസം വെയിൽ കണ്ടു എന്നറിയോ? ആ ദിവസങ്ങളിലൊന്നും ഒരു ലോഡ് മെറ്റൽ ഇറക്കി അത് കൃത്യമാക്കാനോ അല്ലെങ്കിൽ അത് മെക്കാഡൻ ടാർ ചെയ്യാനോ അല്ലെങ്കിൽ സർവീസ് റോഡിൽ എന്തെങ്കിലും വീതി കൂട്ടാനോ അത് പണികൾ ചെയ്യാനോ യാതൊരു നടപടി എടുത്തില്ല. അതിന് പകരം സുപ്രീം കോടതിയിൽ വന്നു. സുപ്രീം കോടതി കഴിഞ്ഞ വെള്ളിയാഴ്ച ആ കേസ് എടുത്ത ദിവസം തന്നെ സുപ്രീം കോടതി അതിരൂക്ഷമായ രീതിയിൽ അവരെ വിമർശിക്കുകയുണ്ടായി. മാത്രമല്ല, ചീഫ് ജസ്റ്റിസും കൂടിയിരുന്ന ജഡ്ജും വിനോദ് ചന്ദ്രൻ അടക്കമുള്ളവർ അവരുടെ വ്യക്തിപരമായ പ്രശ്നങ്ങളടക്കം പറഞ്ഞു. അവർ അനുഭവിച്ച യാതനകൾ പറഞ്ഞു. ചീഫ് ജസ്റ്റിസ് പറഞ്ഞു, എനിക്ക് പൈലറ്റും എസ്കോട്ടും ഉണ്ടായിട്ട് ഞാൻ ആ ഗതാഗത കുരുക്കിൽ പെട്ടു എന്ന് പറഞ്ഞു. അത്രയ്ക്ക് രൂക്ഷമായി വിമർശിച്ചിട്ട് പോലും ആ സുപ്രീം കോടതി കഴിഞ്ഞ ആഴ്ച കേസെടുത്തപ്പോഴും ആ കേസിന് ശേഷവും ഈ തിങ്കളാഴ്ച കേസെടുക്കണ വരെയുള്ള ദിവസങ്ങളിലും അവർ യാതൊരുവിധ പണിയെടുത്തിട്ടില്ല. അതിൻ്റെ അർത്ഥം എന്താ? സുപ്രീം കോടതി ഹൈക്കോടതി ഉത്തരവുകളൊന്നും ഇവർക്ക് ബാധകമല്ല എന്ന് തോന്നുന്നത്. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് യാതൊരു ശക്തമായ ഒരു താക്കീതും ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ സംസ്ഥാന സർക്കാർ ഈ കേസിൽ കക്ഷിയായിട്ട് പോലും ഒരു സ്റ്റാൻഡിംഗ് കൗൺസിലിനെ പോലും വിടാൻ തയ്യാറായിട്ടില്ല. ജനങ്ങളുടെ ബുദ്ധിമുട്ടും കഷ്ടപ്പാടും കോടതിയിൽ അവതരിപ്പിക്കേണ്ടത് ആരാണ്? സംസ്ഥാന. അവരൊക്കെ വലിയ പുള്ളികളാണ് എന്ന് പറഞ്ഞാൽ ഈ കരാർ കമ്പനി ഒരു വലിയ പ്രസ്ഥാനമാണെന്നേ. അവർക്കെതിരെയൊന്നും ആരും സംസാരിക്കില്ല. ആ സംസാരിക്കില്ലെന്ന് ഉറപ്പാണ് ഈ അഹങ്കാരം കാണിക്കാൻ, ധാർഷ്ട്യം കാണിക്കാൻ അവർക്കുള്ള ധൈര്യം. ഞാൻ എത്താം ഷാജി കോടങ്കണ്ടത്ത്.